ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫെർട്ടിലൈസറിനെ കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ. ഈ ചെടീനെ എല്ലാവർക്കും അറിയാം. എപ്പീഷ്യ ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇതുപോലെ എക്സ്ചേഞ്ചിൽ നമുക്ക് സബ്സ്ക്രൈബർ അയച്ചു തന്ന പ്ലാന്റാണ്. പക്ഷേ ഈ പ്ലാന്റ് നമ്മൾ വീട് മാറിയപ്പോഴേ ഒരുപാട് നശിച്ചു പോയി. അതൊന്ന് പിടിച്ചു കിട്ടാൻ തന്നെ ഒത്തിരി ടൈം എടുത്തു കേട്ടോ. ഞാൻ എത്ര നോക്കിയിട്ടും അതൊന്ന് സെറ്റായി വരുന്നേ ഇല്ലായിരുന്നു. പിന്നെ ഒരുവിധം തണലത്തൊക്കെ മാറ്റി അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയോ ഇതിനെ പച്ച പിടിപ്പിച്ചെടുത്തു. എന്നിട്ട് ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നേ ഇല്ല. നമ്മൾ ഈ വീട് മാറി വന്നിട്ട് ഒരു 2-3 മാസമായിട്ട് ഇതിൽ പൂക്കൾ വരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഇങ്ങനെ ശരി ഒരു ഡ്രൈ ഫെർട്ടിലൈസർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു പരീക്ഷിച്ച് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിന് ശേഷം ആ ഫെർട്ടിലൈസർ കൊടുത്തതിന് ശേഷം പൂവ് ഉണ്ടായിട്ടോ. അപ്പോൾ ഞാനതും കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആ ഡ്രൈ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഈ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. 1 സ്പൂണാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ വെച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അധികം കൊടുത്താലും പ്രശ്നമാണ്, ചെടികൾ പെട്ടെന്ന് നശിച്ചു പോകും. അപ്പോൾ ഈ ഫെർട്ടിലൈസർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ആണ് നമ്മൾക്കിന്ന് കാണാൻ പോകുന്നത്. എന്തായാലും അത് നോക്കാം എങ്ങനെയാണ്. ഇതുപോലെ നമ്മളെ വീട്ടിൽ പഴത്തൊലി ഉണ്ടാവുമല്ലോ. അപ്പോൾ ചെറുപഴം ആയാലും നേന്ത്രപ്പഴം ആയാലും ഏതായാലും കുഴപ്പമില്ല, ഇതുപോലെ ഉണ്ടെങ്കിൽ എടുക്കുക. അപ്പോൾ നമ്മൾ ഇതിനെ ഉണക്കാൻ പോവാണ്. ഉണക്കാൻ പോകുന്ന മുമ്പ് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഉണക്കുകയാണെങ്കിൽ നമുക്ക് ഇനി ഇതിനെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിത് ഉണങ്ങുമ്പോൾ വടി പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നത്. ഇതാകുമ്പോൾ ഉണങ്ങുമ്പോൾ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും ചെയ്യും, പൊടിക്കാനും നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കാം. നമുക്ക് ഇതുപോലെ തരിതരിയായിട്ടാണ് കിട്ടുന്നത്. എന്തായാലും ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. അടുത്തത് എടുക്കുന്നത് മുട്ടത്തോടാണ്. നമ്മൾ ഓംലേറ്റ് ഒക്കെ ഇട്ട ശേഷമുള്ള മുട്ടത്തോട് എടുക്കുന്നതായിരിക്കും നല്ലത്. അതും ഇതേപോലെ മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കാം നമുക്ക്. ഇത് പിന്നെ നല്ല നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. നമ്മളെ ബനാന അതിനെ പോലെയല്ല, ഇത് നല്ല നൈസായിട്ട് കിട്ടും. എന്തായാലും ഇത് നമുക്കിനി മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഉള്ളിത്തോലാണ്. ഇത് ഞാൻ ഓരോ പ്രാവശ്യം കറി വെക്കാനായിട്ട് എടുക്കുമ്പോൾ അതിൽ നിന്ന് ഞാൻ എടുത്ത് മാറ്റി വെച്ചതായിരുന്നു. ഇപ്പോൾ നമ്മൾ മുട്ട പൊടിച്ചില്ലേ, അതിൽ തന്നെ ഇട്ടിട്ട് ഈ എന്താ പറയുക, ഈ ഉള്ളിത്തോലും പൊടിച്ചെടുക്കുക. പക്ഷേ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല പൊടിയായിട്ട് അടിച്ച് കിട്ടത്തില്ല കേട്ടോ. ഒരു 4-5 പ്രാവശ്യം അടിച്ചാൽ മാത്രമേ ഇതുപോലെ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതും കൂടി മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് ഉണക്കച്ചാണകമാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ടെറസിൻ്റെ മുകളിലിട്ട് ഉണക്കിയെടുത്തതാണ്. അപ്പോൾ ഇത് നമുക്ക് കൈ കൊണ്ടിങ്ങനെ പൊടിച്ചെടുക്കാം. അങ്ങനെ എടുത്തിട്ട് മാറ്റി വെക്കാം നമുക്ക്. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് ആദ്യം നമ്മൾ പഴത്തൊലി എടുത്തില്ല, അതും 1 ഗ്ലാസ്. പിന്നെ മുട്ടത്തോട് പൊടിച്ചത് 1 ഗ്ലാസ്. ഉള്ളിത്തോല് പൊടിച്ചത് 1 ഗ്ലാസ് എടുക്കാം. പിന്നെ നമ്മൾ ചാണകം പൊടിച്ച് വെച്ചില്ലേ, അതും കൂടി ആ ഗ്ലാസ്സിൽ തന്നെ എടുക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ഗ്ലാസ്സിലാണോ അല്ലെങ്കിൽ ഏത് പാത്രമാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ പാത്രം തന്നെ എല്ലാ ഐറ്റംസും എടുക്കാൻ നോക്കണം. അങ്ങനെ ഇതെല്ലാം കൂടി ഞാനിപ്പോൾ അതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി നല്ല പോലെ മിക്സാക്കി കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ല പോലെ യോജിക്കണം. അങ്ങനെ നമ്മളുടെ ഡ്രൈ ഫെർട്ടിലൈസർ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ, നമ്മൾ ലിക്വിഡ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ താഴെ പെട്ടെന്ന് അത് ഒഴുകിപ്പോകും. ഈ ഡ്രൈ ആയതുകൊണ്ട് നമ്മൾ മേലെ ഭാഗത്തല്ലേ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഓരോന്നായിട്ട് അതിൻ്റെ എന്താ പറയുക താഴോട്ട് വേരുകൾ വലിച്ചെടുക്കും. അങ്ങനെ ഇത് ഫുള്ള് മൊത്തത്തിൽ ഒഴുകി പോകത്തില്ല, വേരിന് കിട്ടും. അപ്പോൾ അതിനാണ് നമ്മളിങ്ങനെ ഡ്രൈ ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മൾ കുറച്ച്
വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, അത് മൊത്തം ഒഴുകി പോകാത്ത രീതിയിൽ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഇതുപോലെ പൂ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് പൂ വരും. പൂ ഇപ്പം ഫെർട്ടിലൈസർ ഇട്ട് നാളെ തന്നെ പൂ വരും എന്നല്ല കേട്ടോ, എന്തായാലും ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഈ പൂക്കൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചൊക്കെ എടുക്കാൻ വിട്ടുപോയിട്ടോ, വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഐറ്റംസും വേസ്റ്റായിട്ട് കളയുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ഫെർട്ടിലൈസർ ഉണ്ടാക്കിയാൽ പൈസ കൊടുക്കാതെ തന്നെ വളം ആവും ചെയ്യും. അതുപോലെ ഇപ്പോൾ മൊട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ എല്ലാവരും കാണാം കേട്ടോ.